മോഷൻ ഇൻ എ പ്ലെയിനിലെ എക്സാമ്പിൾ 3.1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറയും, ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അതിൻ്റെ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. സോ ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്ടായിരിക്കും ചെയ്യുക, അതായത് ഫുൾ കാൽക്കുലേഷൻ ഞാൻ തന്നെ ആയിരിക്കും ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ വാങ്ങിക്കാം. റെയിൻ ഈസ് ഫാളിംഗ് വെർട്ടിക്കലി വിത്ത് സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. അതായത് മഴ അത്യാവശ്യം ഒരു 35 മീറ്റർ പെർ സെക്കൻഡിൽ താഴോട്ട് പെയ്യുന്നുണ്ട്. വിൻഡ് സ്റ്റാർട്ട് ബ്ലോയിങ് ആഫ്റ്റർ സം ടൈം വിത്ത് സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലപോലെ കാറ്റ് അടിക്കുന്നുണ്ട് 12 മീറ്റർ പെർ സെക്കൻഡിൽ. ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് കാറ്റ് വീശുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് എ ബോയ് വെയിറ്റിംഗ് അറ്റ് എ ബസ് സ്റ്റോപ്പ് ഹോൾഡ് ഹിസ് അംബ്രല്ല. അതായത് ആ ടൈമിൽ അവൻ്റെ കൂട ഏത് ഡയറക്ഷനിലാണ് പിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഡയറക്ഷനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ നിങ്ങൾക്ക് ഡയറക്ഷനൊക്കെ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇത് മനപ്പാടമാക്കി വെക്കുക, കാരണം ഇത് എന്തായാലും അറിയണം. ഇങ്ങനത്തെ ഡയറക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സോ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതൊരു വെക്ടറിൻ്റെ ക്വസ്റ്റ്യനാണ്. വെക്ടറിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് വെക്ടർ വരച്ചിട്ട് തന്നെ ചെയ്യാം. വെലോസിറ്റി വെക്ടറാണല്ലോ. സോ VR, അതായത് വെലോസിറ്റി ഓഫ് റെയിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് താഴോട്ട്. VR എന്ന് പറയുന്നത് എത്രയാണ്? 35 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത്? ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ഏതാടാ? ഞാൻ പറഞ്ഞു ഈസ്റ്റ്. ഇത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വിൻഡ് അടിച്ചിട്ടുണ്ട്, ഈസ്റ്റ് ടു വെസ്റ്റ്. ഓക്കെ, സോ ഈസ്റ്റ് ടു വെസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ VW എന്ന് കൊടുക്കാം, വിൻഡിൻ്റെ വെലോസിറ്റി. വിൻഡിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നത്? 12 മീറ്റർ പെർ സെക്കൻഡ്. എടാ, അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടൻറ്റ് വെക്ടർ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കറിയാം റിസൾട്ടൻറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പാരലോഗ്രാമിലോ വെച്ചിട്ട് ഒരു പാരലോഗ്രാം ആക്കുക ഇത്. എന്നിട്ട് അതിൻ്റെ ഡയഗണലി സെൻറ്ററിലൂടെ ഒരു വെക്ടർ കൊടുത്താൽ ഇതാണ് റിസൾട്ടൻറ്റ് വെക്ടർ. ഇതാണ് നമ്മൾ റെയിനിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ. അതായത് ഇത്രയും ഡീവിയേഷൻ വന്നിട്ടുണ്ട് ഈ കാറ്റ് അടിച്ചുകൊണ്ട്. അതാണ് ഈ റിസൾട്ടൻറ്റ് വെക്ടർ പറയുന്നത്. അതായത് ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റെയിൻ ഫാളിങ് ആണ്. റെയിൻ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കാറ്റ് ഇത് ഇങ്ങോട്ട് വീശിയാൽ നമ്മൾ മഴ അത്യാവശ്യം ഒരു ചെറിയൊരു ചെരിവ് വരത്തില്ലേ? നിങ്ങൾ റിയൽ ലൈഫിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാറ്റ് വീശുന്ന ടൈമിൽ മഴ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റാണ് ഈ നമ്മളെ റിസൾട്ടൻറ്റ് വെക്ടർ വരുന്നത്. അപ്പോൾ ഈ ഒരു വെക്ടറും ഈ ഒരു വെക്ടറിൻ്റെയും റിസൾട്ടൻ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ റെയിനിൻ്റെ ഒരു വെക്ടർ എന്ന് പറയുന്നത്. സോ ഇത്രയും വന്ന ഈ ഒരു തീറ്റയാണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് എത്രയാണോ ചെരിഞ്ഞ ആ ഒരു ഡിഗ്രി കണ്ടെത്തണമെന്ന് ഇതുണ്ട്. സോ ഇതെത്ര ഡിഗ്രി വന്നു എന്നുള്ള ഒരു ടൈപ്പ് നമുക്ക് മനസ്സിലായാൽ ഈ കുട്ടി എത്ര കുട ചെരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ മഴ നമുക്ക് നേരെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ മഴ ചെരിഞ്ഞിങ്ങനെ വരുവാണെങ്കിൽ കുട നമ്മൾ അപ്പോഴും ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ഇവിടേക്ക് അത് നനയത്തില്ലേ? നിങ്ങൾ റിയൽ ലൈഫിലൊക്കെ ഒന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ഇത് മഴ ചെരിയുന്നതിനനുസരിച്ച് കുടയും കൂടെ ചെരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മൾ നനയത്തില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അവനിങ്ങനെ ആദ്യം നേരെ അമ്പർല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാറ്റ് വീശിയപ്പോൾ അവനത് അമ്പർല ഇങ്ങോട്ട് ചെരിച്ച് പിടിച്ച്. അതാണ് ഈ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ നേരെയാണ് ഞാൻ ചെരിച്ച് പിടിച്ച്. സോ ഇവിടുന്ന് ഇത്രയും ഈ ചെരിച്ചത്, അതായത് ഈ കുട ഇത്രയും ചെരിച്ചില്ലേ, അതാണ് തീറ്റ എന്ന് പറയുന്നത്. അതായത് റെയിന് എത്രത്തോളം ചെരിഞ്ഞു ആ ഒരു തീറ്റ തന്നെയാണ് ഈ ഒരു തീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് രണ്ടിൻ്റെ ഡിഗ്രി സെയിം ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കുട പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ മഴ ചെരിയുന്നതിനനുസരിച്ച് ഞാൻ കുടയും ചെരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഗ്രി തന്നെയാണ് ഈ ഒരു ഡിഗ്രി. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്, സെയിം ആണെന്ന് അങ്ങനെ കരുതിയാലും മതി. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡയറക്ഷൻ കണ്ടുപിടിക്കണം, അതായത് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കാം. നമുക്കറിയാലോ, ഒരു 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ ഞാൻ എടുത്താൽ ഇവിടെ നമുക്ക് അറിയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ VW ഒക്കെ വരിക. കാരണം പാരലോഗ്രാം ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഈക്വലാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഏത് വെക്ടറാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടാണ് ഇവിടെ വെച്ചാൽ നമുക്ക് കറക്റ്റ് തന്നെയാണ്. മനസ്സിലായല്ലോ? സോ VW ആണ് ഇത് വരിക, ഇത് VR. അപ്പോൾ ഇത് ഞാനൊരു വാല്യൂ കൊടുക്കാം. ഈ ഒരു ട്രയാങ്കിൾ ഞാനിവിടെ XYZ എന്ന് കൊടുക്കാം, XYZ. അപ്പോൾ ഇൻ ട്രയാങ്കിൾ XYZ ഞാൻ ഈ ടാൻ തീറ്റയാണ് എടുക്കുന്നത്. ടാൻ തീറ്റ എന്തുകൊണ്ട് എടുത്തെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഈ തീറ്റൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? VW.
സോ VW/VR. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ടാൻ തീറ്റ എടുത്തു. ഞാൻ പറഞ്ഞു ഈ റിസൾട്ടൻ വെക്ടർ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ കണ്ടുപിടിച്ച് തരാം. ഞാൻ പറഞ്ഞല്ലോ കാൽക്കുലേഷനൊക്കെ ഞാൻ അത് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ റിസൾട്ടൻ വെക്ടർ കണ്ടുപിടിച്ചിട്ടില്ല. ഈ റിസൾട്ടൻ്റാണ് എന്ത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ എടുക്കുവാണെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആറാണ് നമുക്കറിയില്ല. ഇനി അതല്ല കോസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഹൈപ്പോട്ടന്യൂസ് താഴെ വരുന്നില്ലേ. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയില്ല, അതായത് റിസൾട്ടൻ്റ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ടാൻ തീറ്റ എടുത്തത്. ഇനി അതല്ല നിങ്ങൾ റിസൾട്ടൻ്റ് കണ്ടെത്തുകയാണ്. റിസൾട്ടൻ്റ് ഇപ്പോൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് സൈൻ വേണേൽ സൈൻ എടുക്കാം, കോസ് വേണേൽ കോസ് എടുക്കാം, ടാൻ വേണേൽ ടാൻ എടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ അത് തീറ്റ കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ ടാൻ തീറ്റ എടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ഒരു വാല്യൂ നമുക്ക് അറിയുന്ന വാല്യൂ ഉള്ളതുകൊണ്ട് അത് എടുത്തത്, അത്രേ ഉള്ളൂ. VW എന്ന് പറയുമ്പോൾ 12, പിന്നെ VR എന്ന് പറയുമ്പോൾ 35. അപ്പോൾ 12/35 എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം, അതേക്കാരം ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാലോ 12, 35 ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഓക്കെ, അതിന് 12-ന് 35 പോകില്ല. അപ്പോൾ ഞാൻ പോയിന്റ് ഇട്ടോ 120 ആക്കി. 120-ന് എത്ര 35 ഉണ്ടാ, ഒരു 35, പിന്നുള്ളത് 70, പിന്നെ 105. അപ്പോൾ 3 പോകും, 105 വരെ പോകും. പിന്നെ 0-ന്ന് 5 പോകില്ല. അപ്പോൾ 10-ന്ന് 5 പോയാൽ 5, പിന്നുള്ളത് ഇവിടെ ബാക്കി 1 കൂടെ 1 ഇറക്കിയാൽ 15 കിട്ടും. 15-ൽ ഇത്രയിലും പോയില്ല. 15-ൽ ഒരു പോയിന്റ് ഇട്ട് എടുക്കാം, അല്ല ഒരു 0 ഇട്ട് കൂട്ടി എടുക്കുക. 150-ൽ എത്ര പോകും നോക്കാം. അപ്പോൾ 150-ൽ എത്ര പോകും, ഏകദേശം 4 പോകുന്നുണ്ടാവും. കാരണം 105-ന്ന് 105-ൽ 3 പോയി, 105 പ്ലസ് ഒരു 35 എന്ന് പറയുമ്പോൾ 140 വരില്ലേ. 140 തന്നെ അല്ലേ? അതെ, 140 വരും. അപ്പോൾ 3 4. അപ്പോൾ ഇവിടെ 0, പിന്നെ 5-ന്ന് 4 പോകുമ്പോൾ 10, 10-ൽ 100 നോക്കാം. 100-ൽ പറയുമ്പോൾ 2 പോകുമ്പോൾ ഏകദേശം 340 എത്ര വരുന്നത്, 100-ൽ 75 ഒരു 105-ൻ്റെ അടുത്ത് പോകും. അതായത് നമുക്കൊരു 3 അപ്രോക്സിമേറ്റ്ലി കൊടുക്കാം. ഇങ്ങനെ പോയിന്റ് ആയിക്കാരം. അപ്പോൾ അതായത് ഏകദേശം വരിക 2 ആയിരിക്കും വരിക. ഇവിടെ 75 വന്നിട്ട് പിന്നെ 2 ഇങ്ങനെ വരും. നമുക്ക് ഈ പോയിന്റിന് ശേഷമുള്ള അത്ര വാല്യൂസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്കൊരു 0.343 കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് tan θ = 0.343. തീറ്റ = tan ഇൻവേഴ്സ് 0.343. ഇതാണ് നിങ്ങളെ ആൻസർ എന്ന് പറയുന്നത്. ഇത്ര കിട്ടിയാൽ മതി. ഇനി നിങ്ങളെ ചിലപ്പോൾ എക്സാമിലോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ടേബിളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായല്ലോ. സോ അപ്പോൾ ആ കുട്ടി ചെരിച്ചിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന്, അതായത് മഴ ഇത് ഇങ്ങോട്ട് പെയ്യുവാണ്. അപ്പോൾ കോട ഇത് ഇങ്ങോട്ട് പിടിച്ചത് ഇങ്ങോട്ട് ചെരിച്ച് വെക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി, ഓക്കെ, ഇതൊരു 90 ഡിഗ്രിയിൽ അവനെന്താണ് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് ചെരിച്ച് നിൽക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനിൽ ഈസ്റ്റിലോട്ട് ഇങ്ങനെ ഒരു 90 ഡിഗ്രി ചെരിച്ചു വെർട്ടിക്കലി. അതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഡയറക്ഷൻ എഴുതുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് എഴുതിയാലും മതി. അതും കറക്റ്റാണ്. പക്ഷേ മോസ്റ്റ്ലി നിങ്ങളെ ബുക്കിൽ തന്നിട്ടുള്ളത് എന്താണ്, ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് പിടിച്ചു എന്നാണ്. സോ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഈസ്റ്റിൻ്റെ ഡയറക്ഷനിലോട്ട് 90 ഡിഗ്രി അതായത് 90 ഡിഗ്രി ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള റിസൾട്ടൻ്റാണ്. റിസൾട്ടൻ്റ് പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം ഒരു ഇക്വേഷൻ അറിയാം, ഇത് A² പ്ലസ്, അതായത് റിസൾട്ട് വെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് A² പ്ലസ് B² പ്ലസ് 2AB cos θ നമ്മൾ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള വാല്യൂ. ഇവിടെ ഈ രണ്ട് വെക്ടറിൻ്റെ സംഭവത്തിൽ പറയുമ്പോൾ ഇത് VW, ഇത് VR. ഇവിടെ നോക്കണം 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആകുമ്പോഴേ കോസ് 90 എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ മൊത്തമായിട്ട് 0 ആയി പോകില്ലേ. മനസ്സിലായല്ലോ. അതായത് 2AB cos θ മൊത്തം 0 ആയി പോകും. സോ അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും വരടാ, ഇവിടെ വരാം ആറിൻ്റെത് A² എന്ന് പറയുന്നത് നമുക്കൊരു നമുക്ക് VR കൊടുക്കാം. VR പറയുമ്പോൾ VRൻ്റെ സ്ക്വയർ പ്ലസ് പിന്നെ B² നമുക്ക് VW കൊടുക്കാം. അപ്പോൾ VW ഹോൾ സ്ക്വയർ എന്ന് വരും. 2AB cos θ നമുക്ക് 0 ആയി. അപ്പോൾ പ്ലസ് 0. അതിൻ്റെ ആവശ്യമില്ല, വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയാണ്, 35ൻ്റെ സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ. ഇത് 122 ആയോ, 12ൻ്റെ സ്ക്വയർ. ഇത് എത്രയുടെ വരിക, 35-ന് 35 എത്ര, 35-ന് 35, 5 5 25, 5 3 15, 17, 17 15, 3 3 9 9 10. അപ്പോൾ എത്രയാണ്, 5 7 5 2, ഓക്കെ, 2 1225 വരും. സോ നമുക്ക് വന്നിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1225
പ്ലസ് 12ൻ്റെ സ്ക്വയർ, അതായത് 20 വരെയുള്ള സ്ക്വയർ എന്തായാലും പഠിച്ചു വെക്കുക. നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പഠിച്ചേക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 12ൻ്റെ സ്ക്വയർ എത്ര 144ആണ്. സോ 1225 പ്ലസ് 144 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? ഒന്ന് കൂട്ടി നോക്കണേ. അത് ഞാൻ ചെയ്ത് തരുന്നില്ല. 1369 വരും. 1369 വരും. സോ ഇനി ഇതിൻ്റെ റൂട്ട് കണ്ടെത്തണം. ഇതിൻ്റെ റൂട്ട് എല്ലാവർക്കും ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയാത്തവർ എന്ത് ചെയ്യുക, പോയിട്ട് നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ പെയറാക്കി കൊടുക്കണം. 13 69 ഞാൻ പെയറാക്കി എടുത്തു. 13ൻ്റെ അടുത്ത് വരുന്ന, അതായത് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 13ൻ്റെ താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറാണ് 3ൻ്റെ സ്ക്വയറാണ്. അതായത് 3 × 3 = 9 എന്ന് വരും. അപ്പോൾ 3 ഇവിടെ കൊടുത്തു, ഇതിവിടെ പ്ലസ് ചെയ്തു, ഇതിവിടെ മൈനസ് ചെയ്തു. അപ്പോൾ എത്ര ഇടാം? 3 6 പ്ലസ് ചെയ്ത് ഇവിടെ 6 വന്നു. ഇവിടെ എത്ര അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടല്ല. ഓക്കെ, ഇവിടെ 6 വന്നു. ഇവിടെ ഒരു വാല്യൂ കണ്ടെത്താണ്ട് ഇവിടെ ഈ 9നെ താഴോട്ട് എടുത്ത് 13 - 9 കൊടുത്താൽ 4. പിന്നെ ഈ 69നെ താഴോട്ട് എടുത്താൽ 69. ഇനി ഈ ഒരു വാല്യൂ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ വെച്ച് ഒരു വാല്യൂ കൊടുത്തിട്ട് ഇത് ആഡ് ചെയ്ത് കിട്ടണം. അതായത് സോറി, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 469ന് ഞാനിപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ 469 വാല്യൂ കിട്ടണമെങ്കിൽ ഈ 9 ആദ്യം നോക്കുക. നമുക്ക് ലാസ്റ്റ് 9 വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണ്? ഒന്ന് 3ൻ്റെ സ്ക്വയർ എത്ര വരുന്നത്? 9 വരുന്നുണ്ട്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ 7ൻ്റെ സ്ക്വയർ വരുന്നുണ്ട്. 49 ഉണ്ട്. അതായത് ലാസ്റ്റ് 9 വരുന്നത് ഈ 2 വാല്യൂ ഉള്ളൂ. അപ്പോൾ നമുക്കിതാ ഞാനിവിടെ 3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 3 × 63 ചെയ്യാം. അപ്പോൾ 63 × 3 പറയുമ്പോൾ എത്ര വരിക? 3 9 3 6 18. അപ്പോൾ ഇതല്ലല്ലോ 189 ഏതായാലും വരുന്നില്ലല്ലോ. കാരണം നമുക്ക് ഇതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ വരണം. 469ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ വരണം. അപ്പോൾ പിന്നെ നമുക്കുള്ള വാല്യൂ എത്രയാണെന്ന് പറഞ്ഞ്, പിന്നെ നമുക്കുള്ളത് ഇത് 7 ആണ്. അപ്പോൾ 7 ചെയ്യുമ്പോൾ 67 × 7 അത്ര 67 × 7 പറയുമ്പോൾ 49. പിന്നുള്ളത് 6 എന്ന് പറയുമ്പോൾ 6 36 7 42 42 469. സോ 469 ഡിനോമിനേറ്റർ 0 ഇവിടെ വരുന്ന. അപ്പോൾ 7. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 37 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് 37 m/s ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ടൻറ്റ് ഞാൻ കണ്ടെത്തി 37 m/s. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ കിട്ടിയാൽ നിങ്ങൾക്ക് സൈൻ വെച്ചിട്ടോ കോസ് വെച്ചിട്ടോ കണ്ടെത്താം. ഇത്രേ ഉള്ളൂ. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. അപ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരുന്നതാണ്. സോ താങ്ക് യു.